ഈ രാവിലെ സമയത്തിനായി സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരപ്പെട്ട നിത്യജീവന്റെ വചനങ്ങൾ നശിച്ചു പോകാതെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവവചനം വിളിച്ചു പറയുവാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. എല്ലാ അനുകൂലമായി കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഇടവരുത്തണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ കാട്ടുക്കര IPCയുടെ പാസ്റ്ററായിരിക്കുന്ന PV ഐസക് കർത്താവിന്റെ വചനത്തിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു. നിത്യജീവന്റെ മൊഴികൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിലെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷയെ വിശ്വാസത്താൽ പ്രാപിച്ച എളിവരാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ സമവർഗത്തോടുള്ള കൂറും ആത്മീക വിധേയത്വവും ഉത്തരവാദിത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മീക ശുശ്രൂഷകളിൽ ഞങ്ങളോടൊപ്പം ഞങ്ങൾ അനുഭവിച്ചു പോരുന്ന ദൈവിക സന്തോഷത്തിന്റെ രോഗശാന്തിയുണ്ട്. യേശു ക്രിസ്തുവിൽ പാപമോചനമുണ്ട്. യേശു ക്രിസ്തുവിൽ ജയമുണ്ട്. അതുകൊണ്ട് നന്മയുടെ സുവിശേഷത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളുടെ അസ്ഥിയിൽ നസ്തിയും മാംസത്തിന് മാംസമാകുന്ന സഹോദരവർഗങ്ങളെ ആത്മീകമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തിരുവല്ല പട്ടണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ താലൂക്കിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരവർഗങ്ങളിൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ദിവ്യ രക്ഷകനും കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിലേക്കുള്ള അനന്തമാകുന്ന ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ നമുക്ക് വാഗ്ദാനം തന്ന ഏക പുരുഷനാണ് കർത്താവായ യേശു. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും എല്ലാം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള വചനപ്രകാരമുള്ള ദൈവിക ഓഹരികളെ വിശ്വാസമായി കരസ്ഥമാക്കുവാൻ ഒരവസരം നാം സേവിച്ചു നിൽക്കുന്ന ദൈവം നമ്മുടെ സഹായനായി വെളിപ്പെടട്ടെ. രാഷ്ട്രീയ വർഗീയ ജാതിക വിവാദങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ധാരാളം ആളുകൾ അതിന്റെ തങ്ങളുടെ അവസരങ്ങളെ ദുർവിനിയോഗം ചെയ്യുക. എന്നാൽ ശാശ്വതമായ ഒരു സമാധാനമോ സ്വസ്ഥതയോ നന്മയോ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ളവരെയും ദൈവനാമത്തിൽ സ്വസ്ഥമാകുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ദേശവാസികളോട് ഞങ്ങൾക്കുള്ള സ്നേഹവും വിധേയത്വവും നന്ദിയും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവമേ, ഞങ്ങൾ ജനിച്ചു വളർന്നതും ഞങ്ങൾ ഉണ്ടുപുലരുന്നതും ഞങ്ങൾ പാർത്തു പുലരുന്നതുമാകുന്ന ദേശമാണല്ലോ ഈ തിരുവല്ല പട്ടണം. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ വഴിയോരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ബലപ്പെട്ട 2-3-4 വലിയ ആശുപത്രികൾ ഈ ചുറ്റുമുണ്ടല്ലോ. അനേക രോഗികൾ, ദുഃഖിതർ, ഇവിടെ ബലഹീനത അനുഭവിക്കുന്നവരുണ്ടല്ലോ. സാമ്പത്തിക ഭദ്രതയില്ലാത്തവർ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. വ്യത്യസ്ത ക്ലേശങ്ങൾക്ക് വിധേയരുണ്ടല്ലോ. വലിയ മാരക രോഗത്തിന് അടിമകളുണ്ടല്ലോ. അങ്ങനെയുള്ള എല്ലാവർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന് വിടുതലും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. മദ്യം മനുഷ്യർക്ക് പ്രശ്നപരിഹാരമല്ല, ആത്മഹത്യ മനുഷ്യർക്ക് പ്രശ്നപരിഹാരമല്ല എന്ന് പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ട് നിത്യനാകുന്ന ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതിയിലേക്ക്, യേശു ക്രിസ്തു മൂലമുള്ള യഥാർത്ഥ വിടുതലിലേക്ക് ഞങ്ങളുടെ അസ്ഥിയിൽ നസ്തിയും മാംസത്തിന് മാംസമാകുന്ന പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. കർത്താവ് സഹായിച്ചാട്ട് യേശുവിൻ നാമത്തിൽ. ഈ കൃപയുടെ സമയമാണിപ്പോൾ. എല്ലാവർക്കും ആ കൃപയാവുന്ന കർത്താവിന്റെ ആ പെട്ടകത്തിലേക്ക് പ്രവേശിപ്പാൻ വലിയനായ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തന്നിരിക്കുന്നു. കർത്താവിന്റെ വരവേറ്റ ആസന്നമായിരിക്കുന്നു. ലോകത്തിലെ സംഭവങ്ങളൊക്കെ ഇത് വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് ഇവിടെ കേൾക്കുന്ന അതായ ആ കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം കൃത്യങ്ങൾ ഇടപെടുവാൻ തൊക്കണം. ദൈവം എല്ലാവരും സഹായിക്കട്ടെ.
ഞങ്ങൾ പതിവായി ചെയ്യുന്ന പോലെ പ്രാർത്ഥിച്ച് ഒരു പാട്ട് പാടി ഞങ്ങൾ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദേശത്തുള്ള കർത്താവിന്റെ സുവിശേഷം വിളിച്ചറിയിക്കാൻ ഞങ്ങൾ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അടികൾ നന്ദിയോടെ തിരുമ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞാൻ ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ വ്യർത്ഥവും മിഥ്യയുമായിരിക്കുമ്പോൾ, മനുഷ്യനെ വഞ്ചിക്കുന്നതായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതാണ്. നമ്മൾ ഏത് കുടുംബത്തിൽ, ഏത് സാഹചര്യത്തിൽ, ഏതൊരു വ്യക്തിയുമായിക്കൊള്ളട്ടെ, അവനെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം വിശാലമാണ് ദൈവസ്നേഹം, ദൈവത്തിന്റെ ഹൃദയം. മനുഷ്യ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പാപ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പരിശുദ്ധനാകയാൽ ദൈവം പാപത്തെ വെറുക്കുന്നു. ദൈവം ഏകസത്യ ദൈവമല്ലാതെ വേറെ പരിശുദ്ധന്മാരില്ല. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നവനാണ്. ദൈവം മനുഷ്യനായി തീർന്നവനാണ് യേശുക്രിസ്തു. ഈ ലോകത്തിൽ അനേകര് പല നാളുകളിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് ജീവിച്ച് നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവങ്ങളായി തീർന്നവർ അനേകരാണ്, മനുഷ്യര് ദൈവങ്ങളായത്. എന്നാൽ യേശുക്രിസ്തു മനുഷ്യൻ ദൈവമായതല്ല, പിന്നെയോ ദൈവം മനുഷ്യനായതാണ്. ദൈവം മനുഷ്യനായവനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായിട്ടു. യേശുക്രിസ്തുവിന് സാക്ഷ്യം പറവാൻ ഊഷരഭൂമിയിൽ എളിവരാകുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ആയുസ് തന്നു. ദൈവ സ്നേഹത്തിന്റെ ഒരു പാരമ്യമാണ് ഈ ചൂടുപിടിച്ച പകൽ സുവിശേഷത്തിന്റെ സാക്ഷ്യവുമായി ഈ ചാത്തമല ഏറിയയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ഒരു വാത്സല്യ സഹോദരൻ ബാബു ഇവിടെ അടുത്ത് പാർക്കുന്നു. ബാബുവിനോടൊരു ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി പരിചയങ്ങളുള്ള സ്ഥലമാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഞാൻ ഒത്തിരി സുവിശേഷത്തിന് വേണ്ടി അധ്വാനിച്ചതാണ്. ഏകദേശം 11 വർഷം. ഈ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രിയ മനു ബ്രദർ എൻ്റെ ഒരു സ്നേഹിതനാണ്. അവരുടെ വീട്ടിലും ആ കാലയളവിൽ ഒരു പ്രാർത്ഥനാ കൂടിയൊരു ഉണ്ടായിരുന്നു. പലതവണ അദ്ദേഹത്തോടും കുടുംബത്തോടും ഒത്ത് ആ കൂടിവരവിൽ സംബന്ധിച്ചു. ഇന്ന് അദ്ദേഹം ഹാർട്ട് സംബന്ധിച്ച അസ്വസ്ഥതയ്ക്ക് വിധേന ഇപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. തൊട്ടപ്പുറം ചന്ദ്രപുരത്തിലെ ചില കുടുംബങ്ങൾ, എനിക്ക് ഒത്തിരി അടുപ്പമുള്ള കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദേശം അല്ലാതെ തന്നെ എനിക്ക് കുറെ ആളുകൾ ഇവിടെ, ഞങ്ങളുടെ മേപ്രാക്കാരായ ആളുകൾ കുറെ അടുത്ത താമസക്കാരിവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരെ പലരെയും എനിക്ക് സ്വത്വത്തിൽ പരിചയങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾ വന്നത് പരിചയം പുതുക്കുവാനോ സ്നേഹ ഊഷ്മളത കാണിക്കാനോ വന്നതല്ല. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏകാഗ്രമാകാം. ഇതൊരു ഉത്സവകാലമാണല്ലോ. നമുക്ക് ആത്മാക്കളുടെ രക്ഷാ, ജനത്തിന്റെ വിടുതൽ പ്രത്യാശിക്കാം. ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യട്ടെ. ഈ ദേശത്തിന്റെ അനുഗ്രഹം, പാപികളുടെ മാനസാന്തരം, രോഗികളുടെ സൗഖ്യം, ആ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് ആശ്വാസത്തെ ദൈവം സ്നേഹിക്കുന്നു, കരുതുന്നു. എനിക്ക് ഈ ദേശത്തോട് ഏതാണ്ട് 96 മുതൽ വലിയ ഇടപാടും അടുപ്പമുണ്ട്.
വിശ്വാസമുള്ള നീതീകരണത്തിലേക്ക് ഇവിടെ ചില കുടുംബങ്ങൾ ആ നില ആ കാലയളവിൽ വന്നു. മേലത്തിലെ വക്കീൽ സാറിന്റെ മകൻ ബിജുവും കുടുംബവും, തൊട്ടപ്പുറേ സരോജിന്റെ കുടുംബം, അതിനപ്പുറേ പ്രിയ ദാസിന്റെ കുടുംബം. ദാസ് മരിച്ചുപോയി, അവരുടെ ഭാര്യയും മക്കളോടും ഉണ്ടല്ലോ. ഈ പ്രദേശത്തോട് ഒത്തിരി അഭികാമ്യവും പല സന്ദർഭങ്ങളിൽ പ്രാർത്ഥനാ കൂട്ടങ്ങൾ ക്രമീകരിക്കുവാനും ഇവിടെയുള്ള വീടുകൾ വിസിറ്റ് ചെയ്യാനും അന്നൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു മടങ്ങി വരാൻ താമസിച്ചതുകൊണ്ട് ഞങ്ങളുടെ സഹോദരവർഗങ്ങളോട് ഒരുമിച്ച് അല്പസമയം പങ്കുവെക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആകർഷിക്കുവാനും ഈ ഓണവാര മീറ്റിംഗ് എന്ന നിലയിൽ ഒരവസരം ദൈവം തന്നു. പൊതുവെ ഈ കാലഘട്ടം താന്തോന്നികളായി മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയപ്പെട്ടവരായി ഒത്തിരി തരം താന്ന് ജീവിക്കുന്ന ഒത്തിരി സാമൂഹ്യരുണ്ട്. മദ്യം പ്രശ്നപരിഹാരമല്ല, ആത്മഹത്യ പ്രശ്നപരിഹാരമല്ല. സൃഷ്ടിതാവാകുന്ന ദൈവം സൃഷ്ടിപ്പിന്റെ കാലത്ത് കൽപ്പിച്ചാക്കിയ ഒരു പ്രമാണമാണ്. എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവരും വരും. ദൈവപുത്രനാകുന്ന ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട നീതിമാന്മാർ വിശ്വാസത്തിൽ ജീവിക്കണം. ഈ പ്രദേശത്തെ ഞങ്ങളുടെ സഹോദരവർഗങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവസ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ പ്രകടിപ്പിച്ച് കാണിക്കുവാൻ ദൈവം അവസരം തന്നല്ലോ. ധന്യനാകുന്ന പൗലോസ്ലീഹ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനങ്ങളിൽ ഒരു ഭാഗം, ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചയച്ചു. ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ളവർക്ക് രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം അഥവാ സൃഷ്ടാവ് നൽകി തന്ന ഏറ്റവും വലിയ ദാനമാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു. തൽക്കാലം അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. പ്രഭാതങ്ങൾക്ക് സുശേഷം കുറിച്ച് പറയുവാൻ ദൈവം കൃപവന്തനായി നന്ദി പറയുന്നു. മറ്റൊരു രക്ഷയില്ല. അല്ലെങ്കിൽ കർത്താവ് ദാസന്മാരോട് ഞങ്ങൾ കേൾപ്പിച്ചല്ലോ. കാലബന്ധത്തിലേക്ക് എത്തിയിരിക്കുക. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് ഒരുക്കമുള്ളവരായി ആ കാലങ്ങളിൽ ചെവിയിൽ കേൾക്കുമ്പോൾ പറന്നു പോകുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത കാലത്തിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ അല്ലെങ്കിൽ മുതൽക്കാലം ദേവസ്മാരെ കർത്താവെ സൂക്ഷിച്ച് പറയുവാൻ കർത്താവ് കൃപവന്തനായി സ്തോത്രം ചെയ്യുന്നു. ദേവസ്മാരെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. ദൈവത്തെ സഹായിക്കണമേ. ഒരു വെറുതെ വചനം കർത്താവെ അനേക കാലുകൾ എത്തിയിട്ടുണ്ട്. ഹൃദയോട് ദൈവം ഇടപെടണമേ. കർത്താവെ ഹല്ലേലൂയ. ഇന്ന് മുതൽക്കാലം ഒരു രൂപാന്തരം പ്രാപിച്ച കർത്താവിനോട് ജീവിക്കാൻ സ്വർഗ്ഗപാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അർത്ഥങ്ങളെ ആപത്തുകൾ ഒന്നും വരാതെ കുടുംബങ്ങളെ ദൈവം സഹായിക്കണമേ. ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കുടുംബങ്ങൾക്കുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അത്ഭുതമായി നിങ്ങളുടെ കാലിലെത്തി നിൽക്കാൻ അനേക വെടികൾ നടക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദേശജനങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവം അത്ഭുതം ചെയ്യണമേ. ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നത്തേക്ക് കടന്നു പോവുകയാണ്. അറിയാത്ത സാന്നിധ്യം നിങ്ങളോട് ഇരിക്കണമേ കർത്താവേ. പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞ വചനങ്ങളൊക്കെയും കർത്താവെ അത് ഈ കേൾവിക്കാരുടെ ചെവികളിലെത്തി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഒരു ഉദ്ധാരണം വരുത്തി കർത്താവെ വരും ദിവസങ്ങൾ കർത്താവിൻ്റെ മക്കളായി കാണുവാൻ തക്കവണ്ണം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തെ അവിടുന്ന് ദൈവം അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം അതിനുള്ള വഴികളും വാതിലുകളും തുറന്നു കൊടുത്ത് മാനിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയാചന കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണം. സകലതും ഞങ്ങൾക്കായി ജീവൻ നൽകിയ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ നന്ദി സ്തുതിയും കരയേറ്റുന്നു. ഈ പ്രദേശത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് അല്പമായിട്ട് ദൈവവചനം ശുശ്രൂഷിപ്പാനും അങ്ങനെ നാമം ഉയർത്തുവാനും തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ദേശത്തെ വാഴ്ത്തുന്ന സകല പ്രദേശവാസികളെയും ഞങ്ങൾ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരണം.
അനേകർ കർത്താവെ പട്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് കർത്താവെ സഭയ്ക്ക് വന്ന് കൂടുവാനും തന്ന അവസരത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇത്രത്തോളം അവസരങ്ങൾ തന്ന എല്ലാവിധ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദേശനിവാസികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീർന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. മാംസമാകുന്ന സഹോദരങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ ആ ഉദാരതയ്ക്കും സ്വർഗം പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകാൽ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത് പ്രിയ ബാബു ബ്രദറാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. അദ്ദേഹം വിടുത്തുകാരനാണല്ലോ. പ്രത്യേകം എല്ലാവരും എനിക്ക് ഇവിടെ പരിചയബന്ധങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. എല്ലാവർക്കായിട്ടും സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും നേരം കർത്താവിന്റെ വചനം ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞ പാസ്റ്റർ പി വി ഐസക്കിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കാട്ടൂക്കര സഭ ഫെലോഷിപ്പ് സെന്ററിന്റെ PYPയുടെ യുവജന സംഘടനയായ PYPയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് ഈ മാറ്റമില്ലാത്ത വചനം പറഞ്ഞത്. ഇപ്പോൾ ബ്രദർ ജോൺസൺ പ്രാർത്ഥിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, അനുഗ്രഹമേറിയ ഈ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, PYPയോടുള്ള ബന്ധത്തിൽ കർത്താവ് ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ അങ്ങ് ഉയർത്തി കാണിപ്പാൻ കർത്താവെ ഞങ്ങളുടെ മാറ്റമില്ലാത്ത ദൈവമേ സുവിശേഷം കർത്താവെ ദേശത്തോട് കർത്താവ് വിളിച്ചു പറയുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ സ്തോത്രം. കേൾക്കപ്പെട്ട വചനങ്ങളൊക്കെ ദൈവമേ കർത്താവെ കേൾവിക്കാരുടെ ഹൃദയത്തിൽ അത് കർത്താവെ ദൈവം പ്രാവർത്തികമാക്കുവാൻ ഹല്ലേലൂയ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും കടന്നു വന്ന് കർത്താവ് ഈ ദേശത്തോട് ഈ ദേശനിവാസികളോട് കർത്താവെ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒക്കെ ദൈവമേ സുവിശേഷം വിളിച്ചു പറയുവാൻ സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, മനുഷ്യന്റെ പാപപരിഹാരത്തിനായി ഒരുവൻ മാത്രമേ ഉള്ളൂ ജീവൻ കൊടുത്തെന്നുള്ള തിരിച്ചറിവ് കർത്താവെ കേൾക്കപ്പെട്ട വചനത്തിന് കർത്താവ് മുൻപിൽ അവരെ തന്നെ കർത്താവ് സമർപ്പിപ്പാൻ അത് അവർക്ക് തിരിച്ചറിയുവാൻ സ്വർഗ്ഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടപ്പെട്ട എല്ലാ കർത്താവെ ദൈവമേ ഇന്ന് പകൽക്കാലം കർത്താവെ ദൈവമേ ഹല്ലേലൂയ ബന്ധത്തിൽ കർത്താവെ ദൈവമേ സുവിശേഷ കർത്താവെ ഈ സുവിശേഷ പരസ്യയോഗത്തിൽ കർത്താവെ ദൈവമേ ഭാഗമാക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ദേശനിവാസികളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനൊപ്പം ഈ ദേശത്തെയും ഈ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കടനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ വിശ്വസനും വാക്ക് അറിയിക്കുന്ന കർത്താവേ, ദൈവം ഇന്നൊരു പകൽക്കാലം ദൈവം അടിയങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും ദൈവമേ നിന്നെ അറിയുവാനും ദൈവം അത് ലോകത്തിലേക്ക് അറിയിക്കുവാനും ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഒരു അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം രാവിലെ തുടങ്ങിയ പോലെ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിൻ്റെ വൻകൃപയോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, എല്ലാ വഴികളിലും ഞങ്ങളെ കാത്തുപരിപാലിച്ചതിൻ്റെ വൻകൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഈ ദേശത്തെ ദൈവം നീ അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ദൈവം നിൻ്റെ കൈകളിലേക്ക് ദൈവം ഭദ്രമാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ബലമൊക്കെയും നൽകി തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം രോഗികളായി ഭാരപ്പെടുന്ന ദൈവം ഒരുപാട് ആൾക്കാരുണ്ട്. ദൈവം അവരെയൊക്കെയും ദൈവം നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറയിൽ വസിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിനാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. വാഴ്വിനാളെല്ലാം വിണ്ണാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ. എനിക്ക് അവര് വെള്ളം തന്നു. അങ്ങനെ പണ്ടേ ജീന ജൂലർ പറഞ്ഞിരുന്നു.